ഞാനുമായി ബന്ധപ്പെടുത്തി ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധമാണ്, ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും അയാൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും. ഏതായാലും മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഇങ്ങനൊരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരുന്നു. അപ്പം അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരിക്കുക, ആരോപണം. പക്ഷെ ആരോപണമല്ല, 3 കോടതി വിധികളുണ്ട് ഈ മാന്യനെ സംബന്ധിച്ച്. ഞാൻ എൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അതും കൂടി ഒന്ന് വായിച്ച് എന്താണെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാണണം. ഈ വിവാദ കത്തെന്ന് പറയുന്നത് എന്തോ ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കിടക്കുക. ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട കാര്യമല്ലത്. അത് പിന്നെ എങ്ങനെ ചോരുന്നത്? പബ്ലിക് ഡൊമൈനിലേക്ക് ആരോപണം ഉന്നയിച്ച ആൾ തന്നെ ഇട്ട് അങ്ങനെ ലഭ്യമായ സാധനം ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇന്നെടുത്ത് വിവാദമാക്കി ഇങ്ങനെ എൻ്റെ തന്നെ അഭിപ്രായമൊക്കെ ചോദിച്ചു വരണമെങ്കിൽ അത് വലിയൊരു ചിന്ത അതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ടിത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പിൻവലിച്ചും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. പിന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എത്ര പേര് ഒന്നാണ് ആദരിച്ചത്? ഈ ജപ്തി ചെയ്യാൻ പോണ് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ ആര് വന്നാലും സഹായിക്കാനും നോക്കാറുള്ളൂ. അതാ പതിവ്. വേറെ എന്തെങ്കിലും പ്രത്യേകത കൊടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അവർ സെറ്റിൽമെന്റിന് തയ്യാറാണ്. അതിന് സമയം കൊടുത്ത് ജപ്തി ഒഴിവാക്കണം. ബാങ്ക് കേട്ടു, ഫെഡറൽ ബാങ്ക് അത് ചെയ്യണ്ടേ? അത് ഇവരെന്നല്ല, ആര് വന്നാലും അത് തന്നെ ചെയ്യുക. പിന്നെ ആര് സംശയം? ഇത് മാത്രമല്ലെന്ന്, ഇവിടെ ആര് ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നാലും അവരെ സഹായിക്കുന്നൊരു സമീപനം കൈക്കൊണ്ടിട്ടുള്ളത്, അല്ലാതെ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതല്ല. അതിലെന്താ തെറ്റ്? സാറേ, ഇത് പെട്ടെന്ന് ഇങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കും? ഇത്ര ചൂടേറിയ ചർച്ചയും കാര്യങ്ങളൊക്കെ വരാൻ? അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റൊക്കെ ഉള്ളതല്ലേ അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ 3 കോടതി വിധി എതിരായിട്ട് മേടിച്ചിട്ടുള്ളൊരു വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത്, അത് അദ്ദേഹം തന്നെ പബ്ലിക് ഡൊമൈനിലിട്ടത് ഇന്നിപ്പോ PB ചോർന്നു, അവിടെ തർക്കം എന്നൊക്കെ പറഞ്ഞ് വാർത്തയാക്കി പേജുകൾ നീക്കി വെക്കുന്നതിന്റെ പിന്നിലെന്തെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വേറെ പണിയുണ്ട് പിന്നെ പുറകണൊക്കെ. പിന്നെ അറിയാലോ എന്ത്? അത് തന്നെ ആ കത്തിനെ കുറിച്ചാ പറഞ്ഞേ. ഇപ്പോഴല്ലല്ലോ കത്ത്, മാസങ്ങൾക്ക് മുമ്പ് എഴുതിയതല്ലേ. എഴുതിയിട്ട കത്ത് അപ്പോഴേ ഡൊമൈനിലുള്ളതല്ലേ. അതിനുശേഷം എത്ര മാസം കഴിഞ്ഞു? അപ്പം അന്ന് ഇറങ്ങിയ കത്ത് അത് തന്നെ അദ്ദേഹം പബ്ലിക് ഡൊമൈനിലിട്ടത് ഇന്നെന്തോ രഹസ്യ കത്തായിട്ട് വാർത്താ സംപ്രദായമായി ഉണ്ടാക്കുന്നതിന് പിന്നിലെന്തെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപമുണ്ടെന്നുള്ളതാണ്. അതാണ്. അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിടത്തില്ല കേട്ടോ. അതിന് ആരും സംശയം വേണ്ട. അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതാണ്.
തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിൽ ഉണ്ടാവില്ല, ആരും സംശയമില്ല കാര്യത്തിൽ. എന്താ സംശയം ഇതില്? ആരാ നേരിൽ നിൽക്കണേ? അയാളുടെ എന്ത് സാധുത, എന്ത് അദ്ദേഹത്തിന്റെ റെലവൻസ് ഉന്നയിക്കുന്നതിന്. ടൈൻറ്റഡ് ആക്ട് പേഴ്സൺ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിക്കും, വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തുക, എന്നിട്ട് അദ്ദേഹം പറയുന്ന വെച്ചിട്ട് മറ്റുള്ളവരെ ഒക്കെ താറടിക്കുന്നതിനെ വിലയിരുത്തും. ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം. സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ.